ഹലോ ഫ്രണ്ട്സ്, ട്രാൻസ്ഫോമേഴ്സ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ടാരിൽ ഈ സ്റ്റോക്കിനെ കുറിച്ചായിരുന്നു പല ദിവസങ്ങളിലായിട്ട് ചർച്ച. കാരണം ഈ സ്റ്റോക്ക് ഞാനും ഫണ്ടമെൻ്റലി കവർ ചെയ്തൊരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിനെ കുറിച്ച് 2 ദിവസമായിട്ട് ദലാൽ സ്ട്രീറ്റിലും എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ തന്നെ ചർച്ചയിലാണ്. കാരണം ഈ സ്റ്റോക്ക് 425-450 നിലവാരത്തിൽ നിന്നും 282 വരെ വെറും 4 ദിവസം കൊണ്ട് വരികയുണ്ടായി. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഇതിൻ്റെ Q2 റിസൾട്ട് അത്രമാത്രം മോശമല്ല. റിസൾട്ട് ഞങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തതാണ്. റിസൾട്ടിൽ വലിയ വേരിയേഷൻ ഇല്ല. പ്രോഫിറ്റിലും കാര്യങ്ങളിലൊക്കെ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ആ കമ്പനിയുടെ ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിലും ആ കമ്പനിയുടെ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിലും അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രധാനപ്പെട്ട ഒരു ഇടിവിനുള്ള കാരണമായിട്ട് പറഞ്ഞത് വേൾഡ് ബാങ്ക് അവരുടെ ചില പ്രൊജക്റ്റുകളിൽ നിന്നും ഈ കമ്പനിയെ ഡീബാർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 2023 നൈജീരിയയിൽ നടന്ന ചില പവർ പ്ലാന്റ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ക്രമക്കേടുകൾ കണ്ടെത്തി ഈ കമ്പനിയോട് വിശദാംശങ്ങൾ ചോദിച്ചു എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനിയുള്ള പ്രൊജക്റ്റുകളിൽ ഈ കമ്പനി ഉൾപ്പെടില്ല, ഈ കമ്പനിയെ ഡീബാർ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇതാണ് ഇൻവെസ്റ്റേഴ്സിനെ കൂടുതലും പാനിക്കാക്കിയത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് കുന്നുമേൽ കുര എന്ന നിലയിൽ Q2 റിസൾട്ട് കൂടി വന്നു എന്നുള്ളതാണ്. കമ്പനിയുടെ ഭാഗത്തുനിന്നും വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളും വെയിറ്റ് ചെയ്തത്. കമ്പനിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഒരു ന്യായീകരണം വന്നിരിക്കുന്നത് 2023 നടന്നിരിക്കുന്ന ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യമായിട്ട് അവർ ചോദിച്ചിരിക്കുന്ന എൻക്വയറിക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാര്യമായിട്ടുള്ള ഇറഗുലാരിറ്റീസ് ഒന്നും തന്നെ ഇല്ല. ഇത് ക്ലിയർ ആക്കപ്പെടും എന്ന് തന്നെയാണ് കമ്പനി പറയുന്നത്. മാത്രമല്ല, ഈ ഡീബാർ ചെയ്തു എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനിയുടെ കയ്യിൽ ഈ അണ്ടർഗോയിങ് ചെയ്യുന്ന ഇവരുടെ കീഴിൽ വേൾഡ് ബാങ്കിൻ്റെ പ്രൊജക്റ്റിൻ്റെ കീഴിലുള്ള പ്രൊജക്റ്റുകളൊന്നും തന്നെ നടക്കുന്നില്ല. കമ്പനിയുടെ വരുന്ന സമയങ്ങളിലും ഇങ്ങനൊരു പ്രൊജക്റ്റ് ഒന്നും തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രൊജക്റ്റുകളെയോ മറ്റോ ഇത് എഫക്റ്റ് ചെയ്യുകയില്ല, ഫൈനാൻഷ്യൽസിനെയും എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് കമ്പനിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ന്യായീകരണം. ട്രാൻസ്ഫോമേഴ്സ് റെക്ടിഫയേഴ്സ് ഇന്ത്യ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് റെക്ടിഫയേഴ്സ് ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനി തന്നെയാണ്. ഫണ്ടമെൻ്റൽസിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഒരു ന്യൂസിൻ്റെ പിറകിലാണ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ടുള്ള കറക്ഷൻ വന്നിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി തന്നെയാണ്. കാരണം 45 വർഷം പഴക്കമുള്ള അഹമ്മദാബാദ് ബേസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ട്രാൻസ്ഫോമേഴ്സ് റെക്ടിഫയേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനികളാണ്. 0.5 MVA മുതൽ 500 MVA വരെയുള്ള കപ്പാസിറ്റി, 5 kV മുതൽ 1200 kV വരെ ഉള്ള വോൾട്ടേജ് ക്ലാസ്സിൽ ഉണ്ടാക്കുന്ന ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണിത്. ഇന്ത്യയിലെ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ ലീഡേഴ്സാണ് ഇവർ. ചിലപ്പോൾ ഇവരുടെ എക്സ്ട്രാ കപ്പാസിറ്റി, ഇവരുടെ 2 അക്വിസിഷൻസ്, അതായത് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന കമ്പനികളെ പോലും ഏറ്റെടുത്ത് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിൽ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഞങ്ങളിതിൻ്റെ